പ്രിയമുള്ളവരെ, വചനജ്വാല 1359 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 21 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മെയ് മാസ വണക്കം 21 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 116 സങ്കീർത്തനം 1 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കൃതജ്ഞത. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എനിക്ക് ചെവി ചാച്ചു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു. പാതാള പാശങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവെ, നീ ശാന്തതയിലേക്ക് മടങ്ങുക. കർത്താവ് നിന്റെ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകനാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറൂസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് യൂജിൻ്റെ മസോദാസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ഫ്രാൻസിലെ പ്രോവൻസ് പ്രൊവിൻഷ്യയിലെ ഐസ്കൈസിൽ ജനനം. 25 വയസ്സുവരെ ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചു. ഒരു ദുഃഖവെള്ളിയാഴ്ച ലഭിച്ച ദർശനത്തിൽ ദൈവത്തെ ഒഴിവാക്കിയാണ് ഇതുവരെ ജീവിച്ചതെന്ന ബോധ്യം വന്നു. ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയും വായന, പഠനം, കാരാഗ്രഹവാസികളുടെ സന്ദർശനം, അവർക്ക് വേണ്ടിയുള്ള ഉപവിപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി മുഴുകി. 26 വയസ്സിൽ സെന്റ് സുൽഫിൽസ് സെമിനാരിയിൽ ചേർന്നു. 3 വർഷത്തിന് ശേഷം പൗരോഹിത്യം സ്വീകരിച്ചു. അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒബ്ലേസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സമൂഹം സ്ഥാപിച്ചു. 55 വയസ്സിൽ മർസിയൽസിന്റെ മെത്രാനായി. 79 വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയരെ, ഇന്നു തന്നെ
ഇംഗ്ലണ്ടിൽ നോർഫോൾക്കിൽ എത്രയും താഴ്ന്ന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ഗോഡ്രിക്കിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. യുവാവായ സമയത്ത് സാധനങ്ങൾ വീടുകൾ തോറും കൊണ്ടു നടന്ന് വിറ്റിട്ടാണ് ഉപജീവനം കഴിച്ചിരുന്നത്. വ്യാപാരം ലാഭകരമായി. ഈ യാത്രകളിൽ വിശുദ്ധ കാത്ബത്തിന്റെ അന്തിമ വിശ്രമ കേന്ദ്രം സന്ദർശിച്ചപ്പോൾ ആ വിശുദ്ധനെ അനുകരിക്കാൻ ആഗ്രഹിച്ചു. തുടർന്ന് പ്രായശ്ചിത്ത പ്രകടമായ ഒരു ജെറൂസലേം തീർത്ഥയാത്ര നടത്തി തിരിച്ചെത്തി ഒരു മുതലാളിയുടെ വീട്ടിൽ കാര്യസ്ഥനായി. മറ്റു ഭൃത്യരെ നയിക്കാൻ കഴിയാത്തതുകൊണ്ട് ജോലി ഉപേക്ഷിച്ച് പോയി. റോമിലും ഫ്രാൻസിലും പോയി വിശുദ്ധ ഗെയിൽസിന്റെ തീർത്ഥകേന്ദ്രവും സന്ദർശിച്ച് മടങ്ങി വന്നു. ഡെർഹാം ആശ്രമത്തിൽ കുറെ നാൾ താമസിച്ചു. പിന്നീട് വനാന്തരത്തിൽ ഒരു സന്യാസ മുറയനുസരിച്ച് താമസിച്ചു. വീണ്ടും ജെറൂസലേം തീർത്ഥാടനം നടത്തി തിരികെ വന്ന് വീണ്ടും ഏകാന്തവാസവും പിന്നീട് കിങ്കിലി മരുഭൂമിയിൽ താമസിച്ചു. കഠിന പ്രായശ്ചിത്തത്തിലും പ്രാർത്ഥനയിലുമാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ധ്യാനത്തിന് പകലും രാത്രിയും മതിയാകാഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. രോഗങ്ങളും വ്രണങ്ങളുടെ വേദനയും മറ്റു ക്ലേശങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് സഹിച്ച് അദ്ദേഹത്തിന്റെ ക്ഷമ അസാധാരണവും എളിമയും ശാന്തതയും നിറഞ്ഞതായിരുന്നു. ഡർഹാമിലെ പ്രിയോരുടെ അനുവാദത്തോടെ വന്നിരുന്നവർക്ക് ഉപദേശം നൽകിയിരുന്നു. തന്റെ കഴിവുകൾ മറച്ചു വയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. മരിക്കുന്നതിന് മുൻപ് ദീർഘനാൾ തളർന്നു കിടന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ നാവ് ദൈവസ്തുതി പ്രകീർത്തിച്ചിരുന്നു. 63-ാം വയസ്സിൽ ദിവ്യസന്നിധിയിലേക്ക് യാത്രയായി. നമ്മുടെ അലസത മാറ്റി വിശുദ്ധ ഗോഡ്രിക്കിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസം നമുക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ യൂജിന്റെ മൊസാദോസിനെയും അതുപോലെ തന്നെ വിശുദ്ധ ഗോഡ്രിക്കിന്റെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.